ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദുട്ടേക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, നമുക്ക് വേഗം ലെങ്തി കൂട്ടാതെ വേഗം പറയാം. സോ ഗൈസ്, 2024 ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മൊബൈലിന്റെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഓവർലാപ്പ് ആയിട്ട് വെക്കാം, ഇമേജ് ആയിട്ട്. സോ നിങ്ങൾക്ക് നോക്കാം. പ്രൊസസ്സറിന് മാത്രം ഞാൻ പേര് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഫ്രണ്ട്സ്. ബെൽ ബട്ടൺ അമർത്താനും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഇത് സാറ്റർഡേ 10 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ കാണുന്നത് ഞായറാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ആ ടൈം ആകുമ്പോൾ എടിക്കല്ലോ, അപ്പൊ എന്റെ വീഡിയോ കണ്ടാൽ മതി. സോ ഗൈസ്, നമ്മളെ ലിസ്റ്റിലെ ഫസ്റ്റ് മൊബൈലാണ് സാംസങ് ഗാലക്സി S24ഉം S24 പ്ലസ് S24 അൾട്ര. S24 അൾട്ര തന്നെയാണ്. സോ നമ്മൾക്ക് ഇതിന്റെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ S24 പ്ലസും S24ഉം നമ്മളെ എക്സിനോസ് ചിപ്സെറ്റ് ആണ് പുറം നാട്ടിൽ വെക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും എന്ന് പറയുന്ന ഒരു പറച്ചിൽ മാത്രമാണ്, അറിയില്ല, നമുക്ക് നോക്കാം. സോ നമ്മളെ ലിസ്റ്റിലെ രണ്ടാമത്തെ മൊബൈലാണ് വിവോയുടെ വിവോ X100 എന്ന് പറഞ്ഞ മൊബൈൽ. അതിന്റെ 2 വേരിയന്റ് ഇറങ്ങുന്നുണ്ട്. X100ഉം X100 Pro എന്ന് പറഞ്ഞ മൊബൈലും റിലീസ് ചെയ്യുന്നുണ്ട്. സോ 2 വേരിയന്റ് ആണ് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നത്. ഇനി അടുത്തത് നമ്മളെ ലിസ്റ്റിലെ മൂന്നാമത്തെ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമൊന്നല്ല, OnePlus 12 and 12R എന്ന് പറഞ്ഞ മൊബൈലാണ്. ഇപ്രാവശ്യം പ്രോ ചിലപ്പോൾ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ എന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ 12Rഉം 12 ആണ് റിലീസ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇതിൽ വെച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വെച്ചിരിക്കുന്നത്. സോ അടിപൊളിയാണ്. അത്യാവശ്യത്തിന് നല്ല ഒരു മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നു. ഇനി നമ്മളെ ലിസ്റ്റിലെ നാലാമത്തെ മൊബൈലാണ് iQ12 എന്ന് പറഞ്ഞ മൊബൈൽ നമ്മൾ ചൈനയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലേക്ക് 12 അല്ല, iQയുടെ നിയോൺ 9 എന്ന് പറഞ്ഞ സീരീസ് വരാൻ പോവുകയാണ്. 12 വരും ഉടൻ തന്നെ. ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആയിട്ടാണ് iQയുടെ iQ നിയോൺ 9 എന്ന് പറഞ്ഞ മൊബൈൽ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്, ജനുവരി ലാസ്റ്റ്. സോ ഗൈസ്, ഇതിൽ വെച്ചിരിക്കുന്ന ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയടെക് ഡയമൻസിറ്റിയുടെ 9300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും വെക്കുന്നുണ്ടാവുക. രണ്ടും പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. ഇനി നമ്മളെ ലിസ്റ്റിലെ അഞ്ചാമത്തെ മൊബൈലാണ് ഓപ്പോ റെനോ 11 പ്രോയും ഓപ്പോ റെനോ 11 എന്ന് പറഞ്ഞ മൊബൈലും. സോ ഗൈസ്, വേറെ ഒന്നല്ല, ഇതിന് വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8+ Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും വെക്കുക ചിലപ്പോ, അല്ലെങ്കിൽ 8+ Gen 2 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വെക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 13 പ്രോയും റെഡ്മി നോട്ട് 13ഉം എന്ന് പറഞ്ഞ സീരീസും ഇവിടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ജനുവരി 4-ാം തീയതിയാണ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ്. സോ ഗൈസ്, 7 Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത്. 7 Gen 3 എന്ന് പറഞ്ഞത് ചിപ്സെറ്റ് ആണ് വരുന്നത്. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ 12ഉം റിയൽമി 12 Pro Plus എന്നാണ്. 12 Pro Plusൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. അതേപോലെ തന്നെ റിയൽമി 11 പ്രോയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 2 ആണ് വരുന്നത്. സോ രണ്ടും വേറെ വേറെ ചിപ്സെറ്റ് ആണ് വെക്കുന്നത്. ഒന്ന് കുറച്ചല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുക ആ ചിപ്സെറ്റ്. ഇനി നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റത്തെ മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു മൊബൈലായിരുന്നു. അതായത് ഇത് ഇറക്കില്ലെന്ന് വിചാരിച്ചത് നത്തിങ്ങയുടെ നത്തിങ് 2A എന്ന് പറഞ്ഞ മൊബൈലാണ്. സോ ഗൈസ്, ഇത് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഫസ്റ്റ് ആയിട്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും ഈ മൊബൈല്. സോ ഗൈസ്, വേറെ ഒന്നല്ല, മീഡിയടെക് ഡയമൻസിറ്റിയുടെ 7200 ചിപ്സെറ്റ് ആണ് വെച്ചിരിക്കുന്നത്. സോ കുഴപ്പമില്ല എന്ന് പറയും. നത്തിങ് ആയതുകൊണ്ട് നത്തിങ്ങയുടെ അവർ റിലീസ് ചെയ്യാൻ പോകുന്ന മിഡ് റേഞ്ച് മൊബൈലാണ്. നമുക്ക് നോക്കാം. സോ ഗൈസ്, അടുത്തതെന്ന് വെച്ചാൽ മോട്ടറോള ഭാഗത്തു നിന്നാണ്. മോട്ടറോള G32 അല്ലെങ്കിൽ G34 എന്ന് പറഞ്ഞ മൊബൈലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 695 ആണ് വെച്ചിരിക്കുന്ന ചിപ്സെറ്റ്. 50,000 റുപ്പീസിന്റെ വരുന്ന മൊബൈലാണ്. അത്യാവശ്യത്തിന് നല്ല ഒരു, നിങ്ങൾക്ക് അറിയാമായിരിക്കും മോട്ടറോളയുടെ ഡീറ്റെയിൽഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊബൈലാണ് പോക്കോ X6 ആൻഡ് പോക്കോ X6 Pro എന്ന് പറഞ്ഞ മൊബൈല്. ഏകദേശം അത് നമ്മളെ റിലീസ് ചെയ്യാനായിട്ടുണ്ട്. സോ മീഡിയടെക് ഡയമൻസിറ്റി
8300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പരസ്യത്തിൽ കാണിക്കുന്ന വേറെ ആരോ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ്. സോ ഗൈസ്, ഇത്രയും മൊബൈലുകളാണ് നമ്മുടെ 2024 ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മൊബൈലുകൾ. നിങ്ങൾക്ക് ഈ 2023 ഇഷ്ടപ്പെട്ട 24 ഇറങ്ങാൻ പോകുന്ന മൊബൈലുകളിൽ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫേവറേറ്റ് മൊബൈൽ ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. സബ്സ്ക്രൈബ്.